നമസ്കാരം. 2025 സെപ്റ്റംബറിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവരം ആദ്യമായി പുറത്തു വരുന്നത്. അതിനുശേഷം നിരവധി അറസ്റ്റുകളുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും MLA ഒക്കെയായ പത്മകുമാറും മുരാരി ബാബുവും ശ്രീകുമാറും അടക്കമുള്ളവരൊക്കെ അറസ്റ്റിലായി. എല്ലാവരും സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങി. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും പൊതുസമൂഹത്തിന് സംശയമുണ്ടാകുന്ന പല വിഷയങ്ങളുമുണ്ടായി, പല സംഭവങ്ങളുമുണ്ടായി. ഈ കേസിലെ ഒരു പ്രതിയായിട്ടുള്ള ശങ്കർദാസ്, ഈ ശങ്കർദാസ് സുജിത് ദാസ് IPSൻ്റെ അച്ഛനാണ്. അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്യാതെ അയാളുടെ കാലയളവിൽ തന്നെ ശബരിമല ദേവസ്വം ബോർഡ് അംഗമായിരുന്നയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തില്ല. ഈ കേസിൻ്റെ ഉത്ഭവ സമയത്ത് ശങ്കർദാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഘോരഘോരം സംസാരിച്ചിരുന്നു, ന്യായീകരിച്ചുകൊണ്ട്. അതിനുശേഷം തൻ്റെ അറസ്റ്റിലേക്ക് പോകുമെന്നുള്ള ഒരു ഘട്ടമെത്തിയപ്പോൾ ശങ്കർദാസിന് പെട്ടെന്ന് പക്ഷാഘാതമുണ്ടായി. അയാൾ തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ ചികിത്സയിലായി. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ച് എന്നാൽ ഇതിനൊരു മൃദു സമീപനമാണ് സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് പൊതുസമൂഹം ചോദിച്ചപ്പോഴും ദേവസ്വം ബെഞ്ച് മൗനം പാലിക്കുകയാണ് ചെയ്തത്. എന്നാൽ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് A ബദറുദ്ദീൻ അദ്ദേഹം ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. ഇയാളുടെ മെഡിക്കൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ഉള്ള നീക്കങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. ശങ്കർദാസിനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അവിടെ നിന്ന് തൂക്കിയെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അയാളും സ്വാഭാവിക ജാമ്യം നേടി അയാളും പുറത്തിറങ്ങി. ഇപ്പോൾ അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തും അടക്കമുള്ളവരെ വളരെ രഹസ്യമായി ചോദ്യം ചെയ്തു. അതിനെ മൊഴിയെടുപ്പെന്നാണ് വിശേഷിപ്പിച്ചത്. PS പ്രശാന്തിൻ്റെ കാലത്താണ് ഈ ഒരു കട്ടിളപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയതൊക്കെ. 6-7 മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ഇടക്കാല ഉത്തരവിൽ PS പ്രശാന്തിനെ കുറിച്ച് ഏകദേശം 2.5 പേജോളം പരാമർശമുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ. എന്നിട്ട് പോലും പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്ത ഒരു സ്ഥിതിയുണ്ടായി. ഇപ്പോഴും പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെ പറയുന്നതല്ലാതെ അതിൽ കാര്യമായ പുരോഗതിയൊന്നും കാണുന്നില്ല. എന്നാൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് SIT തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട്. 1998-99 കാലത്ത് UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ രേഖകൾക്കായി ദേവസ്വം ആസ്ഥാനത്തും ശബരിമലയിലും പല തവണ പരിശോധന നടത്തിയിട്ടും ആദ്യഘട്ടത്തിൽ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. CPM നേതാക്കളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, LDF പ്രതിനിധികളായ അംഗങ്ങൾ, ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ കേസിൽ കുടുങ്ങാതിരിക്കാനായി ഈ രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് മുക്കിയെന്നാണ് ഇപ്പോൾ SIT വിലയിരുത്തിയിരിക്കുന്നത്. എന്നാൽ രേഖകളുടെ സൂക്ഷിപ്പുകാരായ ജീവനക്കാർക്കെതിരെ നടപടിക്ക് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് SIT അന്ത്യശാസനം നൽകിയതിനെ തുടർന്നാണ് ചില ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ഒക്ടോബർ 30 ദേവസ്വം ആസ്ഥാനത്തെ മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിൽ നിന്ന് രേഖകൾ കണ്ടെടുത്തത്. 420 പേജുള്ള ഫയലിൽ ശ്രീകോവിൽ സ്വർണം പൊതിയാൻ വിജയ് മല്യയ്ക്ക് ഹൈക്കോടതി നൽകിയ അനുമതി, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവുകൾ, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 22 കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിൻ്റെ രേഖകൾ തുടങ്ങിയ വിവരങ്ങളൊക്കെയുണ്ട്. ചെന്നൈ മൈലാപ്പൂർ JNR ജ്വല്ലറി ഉടമ നാഗരാജിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികൾ പണിക്കായി എത്തിയ വിവരങ്ങളൊക്കെ ഈ ഫയലിലുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം സന്നിധാനം ദേവസ്വം മരാമത്ത് കെട്ടിടത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പണി നടത്തിയത്. 30.3 കിലോഗ്രാം സ്വർണവും 1900 കിലോ ചെമ്പും ഉപയോഗിച്ചതായാണ് ഫയലുകളിൽ ഉള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ജനങ്ങൾ എന്താണോ ആശങ്കപ്പെട്ടിരുന്നത് അത് സംഭവിച്ചു. ദേവസ്വം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വൈകിയ വേളയിലാണെങ്കിലും SIT ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് LDF സർക്കാരിൻ്റെ കാലത്ത് അവർക്കൊരിക്കലും അത് തുറന്ന് പറയാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഈ പുതിയ ഭരണമാറ്റം ഉണ്ടായതോടെ SIT ഇത്തരത്തിലുള്ളൊരു തുറന്നു പറച്ചിലെങ്കിലും നടത്തിയത് എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വിരാമമിട്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ഒരിക്കലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുന്നോട്ട് പോകില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ തന്നെ ഈ പ്രതികളൊക്കെ ജാമ്യം നേടി പുറത്തിറങ്ങി, സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങി. അതിൽ ഒരു പ്രതിയായ മുരാരി ബാബു കഴിഞ്ഞ ആഴ്ച അന്തരിച്ചു. ഇതിൽ പ്രധാന പ്രതികളായ അതായത് PS പ്രശാന്ത്, അയാൾ കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടിയാണ് LDFിലെത്തിയത്. ആ LDFിലെത്തിയ PS പ്രശാന്തിന് താക്കോൽ സ്ഥാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള താക്കോൽ സ്ഥാനമാണ് നൽകിയത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, എന്താണ് പ്രശാന്തിനെ പോലെയുള്ള മറുകണ്ഠം ചാടി വന്ന ഒരാൾക്ക് ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥാനം CPMൽ നിരവധി പേരുണ്ടായിട്ടും കൊടുത്തത്? ഇതൊക്കെ ചോദ്യങ്ങളാണ്.
പക്ഷേ ഇതൊന്നും ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ തന്നെ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. മൊഴിയെടുക്കാൻ പോലും അയാളെ വിളിച്ചതായിട്ട് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇനി ശബരിമലയിലോട്ടോ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ അവിടെ 10 പൈസ നടക്കിടരുത്. കാരണം അതൊക്കെ ഇതുപോലെയുള്ള അമ്പലം വിഴുങ്ങികളുടെ അണ്ണാക്കിലേക്കാണ് പോകുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അത്ര ഭക്തി മൂത്തിരിക്കുന്നവരാണെങ്കിൽ അന്തിത്തിരി കത്തിക്കാൻ ഗതികെട്ട് അലയുന്ന നിരവധി ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ലാത്ത ക്ഷേത്രങ്ങൾ. അവിടെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാണിക്കുകയോ സംഭാവനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലാതെ ഈ കെട്ടും നിറച്ച് നമ്മളൊക്കെ 41 ദിവസം വ്രതവും എടുത്ത് കാൽനടയായും വാഹനങ്ങളിലുമൊക്കെ വലിഞ്ഞു കയറി അവിടെ ചെന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നടന്നു കയറി മണിക്കൂറുകളോളം ക്യൂ നിന്ന് അയ്യപ്പനെ ദർശിച്ചിട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ ഒരു പങ്ക് സംഭാവനയോ മറ്റോ ഇടുമ്പോൾ അതൊക്കെ ഇതുപോലെയുള്ള അമ്പലം വിഴുങ്ങികളുടെ അണ്ണാക്കിലേക്കാണ് പോകുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഒരു രാഷ്ട്രീയക്കാരനും ശിക്ഷിക്കപ്പെട്ട ചരിത്രം കേരളത്തിൻ്റെ ചരിത്രത്തിലേ ഇല്ല. അങ്ങനെയുള്ളത് ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള 1.5 വർഷമോ മറ്റോ ജയിലിൽ കിടന്നതാണ്. ബാക്കിയുള്ളവന്മാരൊക്കെ 1-2 ദിവസം റിമാൻഡിൽ കഴിയും, പുറത്തിറങ്ങി വരും. ഇതാണ് രീതി. അകത്ത് കിടക്കേണ്ടതെല്ലാം എപ്പോഴും സാധാരണക്കാരനാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും പത്മകുമാറും ഒക്കെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരായ മുതിർന്ന നേതാക്കൾ ഉണ്ട് എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. കാരണം ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അത് SIT തന്നെ ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുന്നു.